അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാഗി സ്പെഷ്യൽ എന്താ അറിയോ? നമ്മുടെ അടിപൊളി കോട്ടയം സ്റ്റൈലുള്ള മീൻകറി, നല്ല മുളകിട്ട മീൻകറി ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ പുട്ടാണ് നമ്മളുള്ളത്. ഉണ്ടാവും ആവി പറക്കുന്ന പുട്ട്. അതേപോലെ ആവി പറക്കുന്ന പുട്ടുണ്ട്. പിന്നെ നല്ല മുതിരക്കറി ഉണ്ടാവും. പുട്ട് മുതിരക്കറി ഉണ്ടാവും. അപ്പൊ ഞാൻ ആലോചിച്ചു ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ, നല്ല മീൻകറിയുടെ ഒപ്പം നല്ല പുട്ട് നമുക്ക് കഴിക്കുമ്പോഴല്ലോ നോക്കാം. ഒരു കഷ്ണം പുട്ട് വിശേഷം കൊടുത്ത് അപ്പൊ നമ്മുടെ മീൻകറി നല്ല മുളകിട്ട മീൻകറി ഒരു മുളകിട്ട് കഴിക്കുമ്പോഴല്ലോ അത് നല്ല കുതിർന്ന നല്ല രസമായി കുറച്ച് ഇളക്കിയെടുക്കാം. ലൂസാക്കിയിട്ടുണ്ട് ആയി പുട്ടായതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. ആ മീൻകറിയുടെ അടിപൊളി മണം വരുന്നുണ്ട്. ഒരു കഷ്ണം മതി അപ്പൊ നമ്മള് രണ്ടും കൂടി ആകുമ്പോൾ നല്ല പ്രോട്ടീനും കാർബും കൂടിയാണ് ഉള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ. ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാം. മുതിര എനിക്ക് കൂടെ വെച്ച് ആദ്യം കഴിക്കാൻ ഓക്കെ. നല്ല അടിപൊളി കുഴച്ച് മീൻകറി അതുപോലെ ജസ്റ്റ് മീൻ എടുക്കാം. മീൻ്റെ പീസ് എടുക്കാം. ഓക്കെ, ജസ്റ്റ് മീൻ എടുത്തിട്ട് അടിപൊളിയാ. ഇവിടെ മുളകിൻ്റെ മീൻകറി അവിടെ ടേസ്റ്റ് ഉണ്ട്. പുളി മുളകിൻ്റെ മണം എല്ലാം കൂടി ആകുമ്പോൾ മീൻകറിയുടെ ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ പുട്ടിലേക്ക് മുളക് കുറവ് കഴിക്കണ്ട, അത് കഴിച്ചില്ല, ആദ്യമായിട്ട് കഴിക്കണം പുട്ട് മീൻകറി. അപ്പോൾ നമ്മുടെ കുറച്ച് മുതിരയും കൂടി വെച്ചിട്ടുണ്ടോ സ്ഥലത്ത് പുട്ട് മുതിരയൊക്കെ ഓക്കെ. പക്ഷേ നമ്മുടെ മീൻകറി എല്ലാം കൂടിയാണ് ഈ മൂന്നും കൂടിയാണ് കുടിച്ചാൽ അടിപൊളിയിട്ട്. നല്ല ഇഷ്ടം മുതിരയ്ക്ക് ഭയങ്കര ഇഷ്ടം. മുതിര അവരുടെ പുട്ട് ഒരു ദോഷമില്ല, നല്ല സാധനമല്ലേ. നീ ഒരു ചായ കൂടി കുടിക്കാം അല്ലേ? നല്ല ചൂടുള്ള ചായ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല കിട്ടുന്ന ചായ തോന്നും. പിന്നെ ഫുഡിനോടൊപ്പം ഞങ്ങൾ പപ്പടം കഴിക്കാറുണ്ട്, അതുപോലെ മുട്ട കഴിക്കാറുണ്ട്, ചിക്കൻ കഴിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കഴിക്കും. ബീഫ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കഴിക്കാറ് ഫുഡിനോടൊപ്പം? എന്താ നിങ്ങളുടെ കോമ്പിനേഷൻ? കടല, പുട്ടിൻ കടല ഒക്കെ അടിപൊളിയായ മുതിരയുണ്ട്. എന്താ നിങ്ങൾ കഴിക്കാറുള്ളത് ഫുഡിനോടൊപ്പം? അത് പറയാം, കമന്റായിട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലൊരു ദിവസം തരികയാണ്. അപ്പോൾ വീണ്ടും വരാം അടുത്ത വീഡിയോ ആയിട്ട്. എന്തിരിക്കും ഇവിടെ ഷാർജയിൽ നിന്നും ഡോക്ടർ ബൈ.